മുംബൈയിൽ സ്ഫോടന പരമ്പരകൾ നടത്തുമെന്ന് ഭീഷണി ലഭിച്ചിരിക്കുന്നതായി പോലീസ്. ട്രാഫിക് പോലീസിനാണ് ഔദ്യോഗിക വാട്സപ്പ് നമ്പറിലേക്ക് സന്ദേശം ലഭിച്ചത്. 34 വാഹനങ്ങളിലായി മനുഷ്യ ബോംബുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നായിരുന്നു സന്ദേശം. 14 പാകിസ്ഥാൻ ഭീകരർ ഇന്ത്യയിൽ പ്രവേശിച്ചിട്ടുണ്ടെന്നും ഭീഷണിയുണ്ട്. ഭീഷണിയെ തുടർന്ന് മുംബൈ നഗരത്തിലടക്കം പോലീസ് അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു. വിവരങ്ങൾ എസ് നന്ദഗോപൻ നൽകും. എന്താണ് നന്ദഗോപൻ ഈ ഭീഷണിയുടെ അടിസ്ഥാനം? ഗൗതം, ഇക്കഴിഞ്ഞ 6-ാം തീയതി വിനായക ചതുർത്ഥി ആഘോഷങ്ങൾ മുംബൈ നഗരത്തിൽ നടക്കുകയാണ്. അതിനിടയിലാണ് സ്ഫോടന പരമ്പര നടത്തുമെന്നുള്ള ഭീഷണി മുംബൈ പോലീസിൻ്റെ ട്രാഫിക് വിഭാഗത്തിൻ്റെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് എത്തുന്നത്. ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നത് 400 കിലോഗ്രാം RDX ഉപയോഗിച്ചുകൊണ്ട് 1 കോടിയിൽ പരം ജനങ്ങളെ കൊന്നൊടുക്കുമെന്നുള്ള ഭീഷണിയായിരുന്നു ഉണ്ടായിരുന്നത്. ലഷ്കർ-എ ജിഹാദി എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഭീഷണി സന്ദേശം അയച്ചത്. മാത്രമല്ല 14 പാകിസ്ഥാനികൾ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കായി ഭാരതത്തിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്നും അവരാണ് ഈ സ്ഫോടന പരമ്പര നടത്താൻ ഉദ്ദേശിക്കുന്നതെന്നും ഈ ഭീഷണി സന്ദേശത്തിലുണ്ടായിരുന്നു. ഈ ഭീഷണി സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് ഇതിൻ്റെ ഉറവിടം കണ്ടെത്തുവാൻ വേണ്ടി പോലീസ് ഇതിനോടകം തന്നെ അന്വേഷണം ആരംഭിച്ചു. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സന്ദേശം അത് മുംബൈ നഗരത്തിൽ ഈ ഗണേശോത്സവം നമുക്കറിയാം, ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്ന വലിയ ആഘോഷമാണ് മുംബൈ നഗരത്തിൽ നടക്കുന്നത്. അവിടെ സ്ഫോടന പരമ്പര നടത്തുമെന്നുള്ളതായിരുന്നു പ്രധാനമായും ഈ ഭീഷണി സന്ദേശത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. 34 വാഹനങ്ങളിലായി മനുഷ്യ ബോംബുകൾ സ്ഥാപിക്കുമെന്നായിരുന്നു ആ ഭീഷണി സന്ദേശം. തുടർന്ന് ഈ ഭീഷണി സന്ദേശം വന്നതിന് പിന്നാലെ തന്നെ പോലീസ് നഗരത്തിലുടനീളം വലിയ രീതിയിലുള്ള അവിടെ സെർച്ചിങ് ഓപ്പറേഷൻ നടത്തി. കോംബോ ഓപ്പറേഷൻ വിവിധ വിഭാഗങ്ങളുമായി ചേർന്ന് നടത്തി. എന്നാൽ സംശയാസ്പദമായി യാതൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടർന്ന് ഇതൊരു വ്യാജ സന്ദേശമാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയായിരുന്നു. അതേസമയം തന്നെ മുംബൈ പോലീസ് ഇതുവരെയും ജാഗ്രത കൈവിട്ടിട്ടില്ല. മുംബൈ നഗരത്തിലടക്കം ഹൈ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. സംശയാസ്പദമായി ഏതെങ്കിലും തരത്തിലുള്ള വസ്തുക്കൾ കണ്ടാലോ അല്ലെങ്കിൽ അത്തരം ആൾക്കാരെ സംശയാസ്പദമായി കണ്ടാലോ പോലീസിൽ വിവരം അറിയിക്കണമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ മുംബൈ പോലീസ് നൽകിയിരിക്കുന്നത്. ഏതായാലും ഈ ഒരു സന്ദേശത്തിന്റെ പശ്ചാത്തലത്തിൽ അതിർത്തി മേഖലയിലടക്കം സുരക്ഷ കൂടുതൽ കർശനമാക്കിയിരിക്കുകയാണ്. ഭാരതത്തിന്റെ വാണിജ്യ തലസ്ഥാനമായ മുംബൈയിൽ സ്ഫോടന പരമ്പരകൾ നടത്തും എന്നാണ് ഭീഷണി. 14ഓളം പാകിസ്ഥാൻ ഭീകരർ ഭാരതത്തിൽ പ്രവേശിച്ചിട്ടുണ്ടെന്നും മുംബൈ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യ ബോംബുകളായി പൊട്ടിത്തെറിക്കുമെന്നാണ് ഭീഷണി. ഈ ഭീഷണി സന്ദേശം വന്നിരിക്കുന്നത് മറ്റന്നാൾ മുംബൈ നഗരത്തിൽ വിപുലമായ ഗണേശ ഉത്സവം നടക്കാനിരിക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ്. ഈ സാഹചര്യത്തിൽ കടുത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് മുംബൈ പോലീസ്.